Yep. I said it before and I'll say it again. Life moves pretty fast. Hi everyone. Happy Tuesday. So as I promised, ഞാൻ എൻ്റെ അപ്ഡേറ്റ് വീഡിയോന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ മൈ ഷൂട്ടിംഗ് ആംഗിൾസ് എവറിത്തിങ് ഈസ് ഇൻ എ വെരി ബാഡ് കണ്ടീഷൻ. സോ ഞാൻ എൻ്റെ പി ജിയുടെ ടെറസിൽ വന്നിരിക്കുകയാണ് ആൻഡ് ഇറ്റ്സ് വെരി ക്ലൗഡി, മേ ബി റെയിൻ ചെയ്യാൻ പോവാണ്. സോ പെട്ടെന്ന് ഐ വിൽ ട്രൈ ടു ഗിവ് എ ക്വിക്ക് അപ്ഡേറ്റ് ഓൺ ഹൗ മൈ ലാസ്റ്റ് വീക്ക് വെൻറ്റ്. സോ ഞാൻ ഒത്തിരി ഇമ്പ്രൂവ് ആയെന്ന് എനിക്ക് തന്നെ സെൽഫായി തോന്നിയൊരു വീക്കാണ്. അത് ഞാൻ പറഞ്ഞ പോലെ വാക്കിങ്ങിൽ ഐ ഹാവ് ട്രൈ ടു ഡു മൈ മാക്സിമം. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദിവസം മാത്രമാണ് സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓർഡറിങ് ഫുഡ് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ആകെ ഞാൻ വീക്കെൻഡിൽ സാറ്റർഡേയും സൺഡേ ആണ് പുറത്ത് പോയിട്ട് കഴിച്ചുള്ളത്. ഐ വിൽ ബി ഡെഫിനറ്റ്ലി ഷോയിങ് യു ഗൈസ്. ഞാൻ ഈ ലാസ്റ്റ് 7 days, അതായത് ലാസ്റ്റ് വെൻസ്ഡേ ടു ലാസ്റ്റ് ട്യൂസ്ഡേ ആയിരുന്നു. പക്ഷേ ഐ തിങ്ക് ട്യൂസ്ഡേ ഐ ഡിൻ വാക്ക്. വെൻസ്ഡേ മുതലാണ് ഞാൻ കറക്റ്റായിട്ട് ഈ ട്രാക്കിൽ വന്നത്. സോ അപ്പം മുതലുള്ള ഞാൻ എൻ്റെ സ്റ്റെപ്സ് ട്രൈങ് ടു അറ്റാച്ച് ഇറ്റ് വിത്ത് ദിസ് വീഡിയോ. സോ യു ക്യാൻ സീ ഫ്രം ഐ തിങ്ക് ഐ വാക്ക്. പക്ഷെ ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല. ഞാൻ ചില ദിവസം നടക്കും, ചില ദിവസം നടക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മൾ വെൻസ്ഡേ മുതലാണ് നന്നായിട്ട് ട്രാക്കിൽ വന്ന, വിച്ച് ഈസ് 17th of July. If you see, 17th I have walked 10,052 steps. പിന്നെ നെക്സ്റ്റ് ഡേ 8,679 ഞാൻ നടന്നുള്ളൂ. And then 11K. This was a Saturday, so I was thinking on weekend maybe skip ആയാലും ഇറ്റ്സ് ഓക്കെ, ബാക്കി 5 weekdays എങ്കിലും പ്രോപ്പറായിട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വീക്കെൻഡ്സ് പുറത്ത് പോകുമ്പം കുറെ നമ്മൾ നടക്കും. കാരണം നമ്മൾ ബേസിക്കലി എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ. അതുകൊണ്ട് വിചാരിച്ചേക്കാളും കൂടുതൽ നടന്നത് വീക്കെൻഡിനാണ്. So this was Saturday and I walked almost close to 19K. And Sunday it was close to 10K. And then Monday, actually Monday ആണ് ഞാൻ ഇതിൽ സ്കിപ്പ്, I would say ഞാൻ അത്രയും പ്രോപ്പറായി നടക്കാത്ത ഡേ. That was like 4K something. And ഇന്ന് Tuesday ഞാൻ 9K, near to 10K നടന്നിട്ടുണ്ട്. So this is the last week walking update. പിന്നെന്താണ്, പിന്നെ എൻ്റെ സെക്കൻഡ് ഹാബിറ്റ് വാസ് റീഡിങ്, റൈറ്റ്? സോ ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഇതാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക്. പക്ഷേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി. കാരണം ഇതിൻ്റെ പ്രൊലോഗ് ഇൻട്രൊഡക്ഷൻ മാത്രമുണ്ട്, ഒരു 8-9 pages. അപ്പം അത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഫസ്റ്റ് ഒരു ഡേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐ വാസ് ട്രൈങ് ടു റീഡ് ലിറ്റിൽ, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവും, പിന്നെ ഞാൻ മാറ്റിവെച്ചു. സെക്കൻഡ് ഡേ ഞാനൊരു ഗുഡ് മൈൻഡോടെ പോസിറ്റീവായിരുന്നിട്ട് ഐ വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ദ ഇൻട്രോ. സോ ആസ് ഓഫ് നൗ ഞാൻ ഒരു ചാപ്റ്റർ 3 വരെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് 2-3 days ഞാൻ സ്കിപ്പും ചെയ്തിട്ടുണ്ട് വായിക്കാണ്ട്. അത് ഐ തിങ്ക് ഗ്രാജുവലി ഐ ഹാവ് ടു ഇംപ്രൂവ് ആ ഒരു റീഡിങ് ഹാബിറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? അതെ, നമ്മൾ ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുമ്പം ഞാൻ മാക്സിമം ഇവിടെ പി ജിയിലത്തെ ഫുഡ് കഴിക്കാനാണ് കൂടുതലും ശ്രമിച്ചിരിക്കുന്നത്. വിച്ച് ഹാസ് എന്താ പറയുക, നമ്മൾ അൺഹെൽത്തി കോമ്പണൻസ് കുറവാണ് ഫുഡിൽ. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കറി, എന്താ പറയുക, ചപ്പാത്തി, അതൊക്കെയാണ് നമുക്ക് സാധാരണ കിട്ടുക. ഇവിടെ ആക്ച്വലി ഭയങ്കര വിൻഡാണ്. ആൻഡ് ഐ വാസ് നോട്ട് വെരി ബോതേർഡ് അബൌട്ട് ദ വേ ഐ ലുക്ക്. കാരണം ഐ വാണ്ടഡ് ടു ഗീവ് ദ അപ്ഡേറ്റ്. സോ അതാണ് കാര്യങ്ങൾ. തേർഡ് ഗോൾ വാസ് ടു ഫിനാൻസ് കുറച്ചും കൂടി നല്ലതായി മാനേജ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം ഐ ഫീൽ ലൈക്ക്
when I started like നമ്മൾ ഹെൽത്തി വേ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഓർഡർ ചെയ്യുന്നത് കുറച്ചപ്പോൾ തന്നെ ആ ഒരു എക്സ്പെൻസ് വിച്ച് ഈസ് ലൈക്ക് നമ്മൾ മൂഡ് സ്വിങ്സ് അനുസരിച്ച് നമുക്ക് നല്ലൊരു ഭക്ഷണമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പം അത് ആഴ്ച ഒരു 7 days എന്ന് പറയുമ്പം അതിൽ പലവട്ടം നമുക്ക് മൂഡ് സ്വിങ്സ് വരും. സോ ഒരു മിനിമം ടു മാക്സിമം ഞാനൊരു 2 to 3 times ഒരു വീക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും ഞാനത് ഓർഡർ ചെയ്യാറുണ്ട്. സോ ഐ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ദാറ്റ്. അപ്പം അതിൻ്റെ എക്സ്പെൻസ് അതിന് വരുന്ന കോസ്റ്റ് ഡെഫിനറ്റ്ലി സേവ് ആയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇതൊരു ഇച്ചിരി കൂടി ലോങ്ങർ പീരിയഡ്, മേ ബി 1 month 3 monthsലായിരിക്കും കൂടുതൽ അത് റിഫ്ലക്റ്റ് ചെയ്യുക. സോ ഇതൊരു കുട്ടി വീഡിയോ ആണ്, നോട്ട് മച്ച്. എനിക്കങ്ങനെ കുറേ അപ്ഡേറ്റ്സ് ഒന്നും പറയാനില്ല. സോ ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ്. അങ്ങനെ കുറേ സംസാരിച്ച് ലോങ് വീഡിയോ ആക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു ഗൈസ് നോ നമ്മൾ എത്രത്തോളം ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഒരു ഗോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അതിലിപ്പം 1-2 ദിവസം നിങ്ങൾക്ക് ഫെയിലാവാം. ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ഹ്യൂമൻസാണ്. ചിലപ്പം ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്നൊരു സമയം ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ മൊമെൻറ്റ്സ് വരാം. ഐ എം ലൈക്ക് ട്രൈങ് ടു കൺട്രോൾ മൈ മാക്സിമം. പക്ഷേ അങ്ങനെ നിങ്ങൾക്കൊക്കെ വരുമ്പം മേ ബി ഒരു ചെറിയ ഹെൽത്തി ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം സ്നാക്കിങ്ങിന് വേണ്ടിയിട്ട് ഐ ഹാവ് ബോട്ട് വോട്ട് യു സേ ലൈക്ക് ഷുഗർ ഫ്രീ ക്രാക്കർ. സംഭവം അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ലൈക്ക് നമ്മളൊരു മീൽ കഴിഞ്ഞിട്ട് വെൻ യു ക്രേവ് ടു ഹാവ് സംതിങ്, ചിലർക്ക് സ്വീറ്റ് ആയിരിക്കാം. എനിക്ക് സ്വീറ്റിനേക്കാളും കൂടുതൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നാണ്. അപ്പം ഞാൻ മേ ബി 1 ബിസ്ക്കറ്റോ 2 ബിസ്ക്കറ്റോ കഴിക്കും. ബിസ്ക്കറ്റ് ഇൻ ദ സെൻസ് ഇറ്റ്സ് ലൈക്ക് ക്രാക്കർ. അപ്പം വാട്ട് ഐ ഫീൽ ഇസ് ദാറ്റ് നമ്മുടെ ബ്രെയിനിൽ ആണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓക്കെ ഇപ്പം വിശക്കുന്നു, യു ഹാവ് ടു ഈറ്റ് സംതിങ്, അങ്ങനെയൊക്കെ നമുക്ക് മെസ്സേജ് തരുന്നത്, റൈറ്റ്? അപ്പം വെൻ ഐ ഹാവ് ദിസ് ബിസ്ക്കറ്റ്സ് ഐ ഫീൽ ലൈക്ക് ഓൾറെഡി എൻ്റെ ബ്രെയിൻ നോസ് ദാറ്റ് ഓക്കെ മീൽ കഴിഞ്ഞിട്ട് എന്തോ ഇവള് കഴിച്ചിട്ടുണ്ട് ആൻഡ് അത് സാറ്റിസ്ഫൈഡ് ആയി. അങ്ങനെ ഒരു കോപ്പിംഗ് മെക്കാനിസം നമ്മുടെ ബോഡി തന്നെ കൊണ്ടുവരും. സോ അങ്ങനത്തെ ചെറിയ ഹെൽത്തി ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് നിങ്ങളിപ്പം രാവിലെ നടക്കാൻ പോകുമ്പം ജസ്റ്റ് ലൈക്ക് ട്രൈ ടു ഹാവ് മേ ബി 3 to 4 എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സ്, ഡേറ്റ്സ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എനർജി കിട്ടും. പിന്നെ ലൈക്ക് പ്രോട്ടീൻ ഷേക്കൊക്കെ കുടിച്ച് പോകുന്ന ആളുകളുണ്ട് മോർണിംഗിൽ. ഞാൻ ബേസിക്കലി ലൈക്ക് ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ആൻഡ് എന്തെങ്കിലുമൊക്കെ ഒരു നട്ട്സ് കഴിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഐ തിങ്ക് ഡിന്നർ ബിക്കെയിം സോ ഏർലി ദാറ്റ് ഒരു 8-നുള്ളിലൊക്കെ ഡിന്നർ കഴിക്കുന്നുണ്ട് ഇപ്പം. അപ്പം അതിൻ്റേതായൊരു നമുക്കൊരു എനർജി ഫീൽ ചെയ്യും മോർണിംഗ് എണീക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മൾ വാക്ക് കഴിഞ്ഞിട്ട് വെൻ യു ടേക്ക് എ ബാത്ത് ആൻഡ് വെൻ യു ഫീൽ ഫ്രഷ്, നമുക്ക് അതിൻ്റേതായൊരു പോസിറ്റിവിറ്റി ത്രൂ ഔട്ട് ദ ഡേ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ ഞാൻ വീക്കെൻഡ്, അതായത് സാറ്റർഡേ സൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ ഷുഗർ മാക്സിമം അല്ല, ഷുഗറുള്ള ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. പിന്നെ നാച്ചുറൽ ഷുഗർ ലൈക്ക് ഞാൻ പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേ ബി ഡേറ്റ്സിലുള്ള ഷുഗർ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. അതല്ലാണ്ട് ഐ തിങ്ക് ഐ ഓൾസോ ഹാഡ് എ ഫ്രൂട്ട് ജ്യൂസ് ഒരു ദിവസം. അപ്പം അങ്ങനത്തെ ഷുഗർ അല്ലാണ്ട് ഞാൻ ബാക്കി ഷുഗറുള്ള ഒരു തരത്തിലുള്ള സ്വീറ്റോ ബിസ്ക്കറ്റോ ബ്രെഡ് അങ്ങനത്തെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. സോ ലാസ്റ്റ് വീക്ക് വെൻറ്റ് pretty good and I hope I can continue this and I'll stay committed. അപ്പോൾ അതാണ്, that's all the update. Thank you guys. എനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ കമ്പയർഡ് ടു മൈ അതർ വീഡിയോസ് അത്യാവശ്യം ആളുകൾ കാണുന്ന ഒത്തിരി പേരിൽ എനിക്ക് തോന്നുന്നു when I look at the analytics I think ഒരു 88% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. സോ ഇഫ് യു ഗൈസ് ക്യാൻ ജസ്റ്റ് give me a subscription, it would be a great thing. എനിക്കതൊരു കുറച്ചും കൂടി മോട്ടിവേഷൻ ആയിരിക്കും. So be kind to subscribe to my channel and also support me. Thank you so much
and yeah, I think it's going to rain. So bye, take care.